നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് ചില പ്രത്യേക സംഭവങ്ങൾ, അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള കുപ്രചരണം പീപ്പിൾ ടി വിക്കെതിരെ, ദില്ലി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പീപ്പിളിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു. പീപ്പിൾ ടി വി നൽകാത്ത വാർത്ത വ്യാജ ഗ്രാഫിക്സ് ചമച്ച് ഫേസ്ബുക്കിൽ കൃഷ്ണവർമ്മ എന്നയാളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കവിയൂർ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥനായ ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ കൂടുതലും സംഘ് പരിവാർ പോസ്റ്റുകളാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇയാൾ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. കൃഷ്ണവർമ്മയ്ക്കെതിരെയും വ്യാജ ഗ്രാഫിക്സ് പ്രചരിപ്പിച്ചവർക്കെതിരെയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പീപ്പിൾ ടി വിയുടെ തീരുമാനം. സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള പോസ്റ്റാണ് കൃഷ്ണവർമ്മ എന്നയാൾ ഇട്ടത്, എന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഇട്ടത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സിബി സി ജോസഫ് തന്നെ ചേരുകയാണ്. സിബി, സർക്കാരിൻ്റെ പ്രത്യേക സർക്കുലറുണ്ട്, സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ സർക്കാർ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന്. പിണറായി വിജയനെതിരെ അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന അറിവുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ പീപ്പിൾ ടി വിക്കെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ വ്യാജമായി പ്രചരിപ്പിച്ചത്? പീപ്പിൾ ടി വിക്കെതിരെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും പീപ്പിൾ ടി വി കൊടുക്കാത്തൊരു വാർത്ത, പീപ്പിൾ ടി വിയുടെ അതേ മാതൃകയിൽ ഗ്രാഫിക്സും അതോടൊപ്പം തന്നെ പീപ്പിൾ ടി വി ഫുൾ ബ്രേക്കിംഗ് അടിക്കുന്ന പോലെ തന്നെ ദില്ലി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന രീതിയിൽ ഒരു എക്സിറ്റ് പോൾ ഫല പ്രവചനം എന്ന രീതിയിൽ പീപ്പിൾ ടി വി കൊടുത്തു എന്ന രീതിയിൽ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൃഷ്ണവർമ്മ എന്നൊരാൾ ഇട്ടിരിക്കുന്നത്. ഇയാൾ പ്രധാനമായും ശരിക്കും മാധ്യമപ്രവർത്തനം ഇതാണ് എന്ന് പരിഹാസ രൂപേണ പീപ്പിൾ ടി വിയെ പരിഹസിച്ചുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തികച്ചും വാസ്തവവിരുദ്ധമായി ദില്ലി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ തിരിച്ചടി, എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റി ബി ജെ പിക്ക് വൻ തിരിച്ചടി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ രീതിയിലുള്ള ഒരു പീപ്പിൾ ടി വി കൊടുക്കാത്തൊരു വാർത്ത പീപ്പിൾ ടി വിയുടെ അതേ ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് അതേ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് പീപ്പിൾ ടി വിയുടെ അതേ സ്ക്രീൻ അതേ ലേഔട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലൊരു പോസ്റ്റ് പീപ്പിൾ ടി വി പുറത്തുവിട്ടു, വാർത്ത പുറത്തുവിട്ടു എന്ന രീതിയിൽ വ്യാജമായ രീതിയിൽ ഒരു ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഒരു വാർത്താ ചാനൽ ഇത്തരത്തിലൊരു വാർത്ത തെറ്റായ രീതിയിൽ വാർത്ത പുറത്തുവിട്ടു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയുമാണ് ഇപ്പോൾ കൃഷ്ണവർമ്മ എന്നയാൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്, ഈ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രധാനമായി ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം കവിയൂർ ഗ്രാമപഞ്ചായത്തിലെ LD ക്ലർക്കാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇയാളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇയാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല ഇയാൾക്കെതിരെ പീപ്പിൾ ടി വി നിയമ നടപടിക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീപ്പിൾ ടി വി അടുത്ത ദിവസങ്ങൾ നിയമ നടപടിക്ക് പോകും. അതായത് നാം കൊടുക്കാത്ത വാർത്ത, നമ്മുടെ സ്ക്രീനിൽ നമ്മുടേതല്ലാത്ത വാർത്ത ഗ്രാഫിക്സിലൂടെ കൃത്രിമമായി ചമച്ച് അത് പീപ്പിൾ ടി വിയിൽ വന്നതാണെന്ന് കുപ്രചരണം നടത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക, അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഗുരുതരമായ തെറ്റ്. പീപ്പിൾ ടി വി നിയമ നടപടി സ്വീകരിക്കും. തീർച്ചയായും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള പ്രചരണം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു പരിശോധിച്ചുമ്പോൾ ഇദ്ദേഹം ഇതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പ്രധാനമായും സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഇത് അദ്ദേഹം പ്രധാനമായി ശരിക്കും മാധ്യമപ്രവർത്തനം ഇതാണ്, അല്ലാതെ വല്ല മുതലാളിമാരുടെ കള്ളും കുടിച്ച് പടച്ചു വിടുമെന്ന് പറഞ്ഞുകൊണ്ട് പീപ്പിൾ ടി വിയെ പരിഹസിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പീപ്പിൾ ടി വി ഒരു വാർത്ത പുറത്തുവിട്ടുന്ന രീതിയിൽ ഒരു ഗ്രാഫിക്സ്, വ്യാജ ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും ഇത്തരത്തിലുള്ള ഒരു ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റി ബി ജെ പിക്ക് വൻ തിരിച്ചടിക്കുന്ന രീതിയിൽ ബ്രേക്കിംഗ് ഫ്ലാഷിംഗ് നമുക്ക് കൊടുത്ത രീതിയിലൊരു വാർത്ത ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റ് വളരെ ഗുരുതരമായ ഒരു പോസ്റ്റാണ്. കാരണം മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾക്ക് കൃത്യമായ ഒരു ശരിയുണ്ട്. ആ ശരിയിൽ നിന്ന് വ്യത്യസ്തമായി പീപ്പിൾ ടി വി പ്രത്യേക രാഷ്ട്രീയ മാനത്തിൽ കൂടി, അതായത് ബി ജെ പിക്ക് വൻ തിരിച്ചടി നൽകുന്ന തെറ്റിദ്ധാരണ നൽകിക്കൊണ്ട് ഒരു വാർത്ത കൊടുത്തുന്ന രീതിയിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഗൗരവമായി കണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പത്തനംതിട്ട തിരുവല്ല സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തിനെതിരെ വരും ദിവസങ്ങളിൽ പീപ്പിൾ ടി വി ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായി അറിയിക്കാം. പീപ്പിൾ ടി വി നിയമ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഏറ്റവും പുതിയ സർക്കുലർ ഉണ്ട്. ഇത്തരത്തിൽ സർക്കാർ ജീവനക്കായിരുന്നു ഇരുന്നിട്ട് സർക്കാരിനെതിരായി പ്രചരണം നടത്തുന്നത്. പിണറായി വിജയൻ അടക്കം മുഖ്യമന്ത്രിക്ക് അടക്കം എതിരെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഉണ്ട് എന്ന് കാണുകയും ചെയ്യുന്നു.
വിമർശനങ്ങൾ സ്വീകരിക്കും. എന്നെ എതിർക്കാനുള്ള നിന്റെ അവകാശത്തെ ജീവൻ നൽകിയും സംരക്ഷിക്കുമെന്ന ജനാധിപത്യ മൂല്യത്തിൽ മാധ്യമങ്ങൾ വിശ്വസിക്കുന്നു, പീപ്പിൾ ടിവിയും വിശ്വസിക്കുന്നു. പക്ഷേ ഞങ്ങളുടേതല്ലാത്ത വാർത്തകൾ കൃത്രിമമായി ചമച്ച് പ്രചരിപ്പിക്കുന്നത് വ്യാജ പ്രചരണമാണ്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. കൃഷ്ണവർമ്മയ്ക്കെതിരെയും. ഇനി പ്രധാന സംഭവവികാസങ്ങളിലേക്ക് പോകാം. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് പോകാം. മൂന്നാറിൽ മഞ്ഞുരുക്കം എങ്ങനെയൊക്കെ എന്തൊക്കെ ആന്തരിക വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ ആടിയുലയുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിനായി അടിസ്ഥാനമില്ലാത്ത വിഷയത്തിലെ സമരത്തിൽ, ഗോമതിയുടെ സമരത്തിൽ കടിച്ചു തൂങ്ങിയ കോൺഗ്രസിനും ഉമ്മൻചാണ്ടിക്കും കണക്കിന് കിട്ടുന്നു. ഇടുക്കിയിലെ പാളയത്തിൽ തന്നെ പട ഉയരുകയാണ്. AK മണിക്ക് മനസ്സില്ല ഗോമതിയുടെ സമരത്തിനൊപ്പം നിൽക്കാൻ. കോൺഗ്രസിൽ നിന്ന് പറഞ്ഞു വിട്ടാലും അതിനില്ല എന്ന് AK മണി പറയുമ്പോൾ അത് മൂന്നാറിന്റെയും MM മണിയുടെയും വിജയം തന്നെയല്ലേ? നാം കാണുന്ന കേവല പാർട്ടിയും താല്പര്യവുമല്ല മൂന്നാർ വിഷയം എന്നത്, അതിനപ്പുറമാണ്. ഒരടിത്തറയുമില്ലാത്ത സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോ അതോ മൂന്നാറിനെ മനസ്സിലാക്കാതെയുള്ള നീക്കത്തിനോ ഏതാന്തരിക വൈരുദ്ധ്യമാണ് തൊപ്പിയിട്ട ഗോമതി സമരത്തിന്റെ പേരിൽ കോൺഗ്രസ് അനുഭവിക്കുന്നത്? മൂന്നാർ സമരത്തിനൊപ്പമില്ലെന്ന് ഇടുക്കിയിലെ കോൺഗ്രസ് തന്നെ വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ സന്ദർശനം AK മണി ബഹിഷ്കരിച്ചു. പുറത്താക്കിയാലും നിലപാട് മാറ്റില്ലെന്ന് AK മണി പരസ്യമായി നിലപാട് സ്വീകരിക്കുന്നു. കള്ളവാർത്തയിൽ കെട്ടിപ്പൊക്കിയ കം, തകം, പാതകം, കൊലപാതകം, വാഴക്കൊലപാതകം, കഥയും തെരുവുകൂത്തും തമ്മിത്തല്ലി അവസാനിക്കുമോ? എല്ലാ ഉപജാപക യത്നങ്ങളെയും പോലെ. തീർച്ചയായും ന്യൂസ് ആൻഡ് വ്യൂസ് ഇത് തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം P. ബിജു, പഴകുളം മധു, ആം ആദ്മി പാർട്ടി പ്രതിനിധി ഷൈബു മഠത്തിൽ, ഒപ്പം പൊമ്പുളയൊരുമൈ, ഒറിജിനൽ പൊമ്പുളയൊരുമൈ നേതാവ് ലിസി സണ്ണി എന്നിവരാണ് ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നത്. മൂന്നാർ സമരത്തിനെതിരെ, ഗോമതിയുടെ സമരത്തിനെതിരെ കോൺഗ്രസ് നേതാവ് AK മണി രംഗത്തെത്തുന്നു. ഇപ്പോൾ നടക്കുന്നത് പൊമ്പുളയൊരുമയുടെ സമരമല്ല, നടക്കുന്നത് തൊപ്പി സമരമാണ്. സമരത്തിന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ലെന്നും AK മണി ഇന്ന് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ആളെ കൂട്ടാൻ BJP സമരം ഏറ്റെടുക്കുകയാണെന്നും AK മണി എന്ന കോൺഗ്രസ്സുകാരൻ ആരോപിക്കുന്നു. കോൺഗ്രസ് നേതാവ് KPCC വൈസ് പ്രസിഡന്റ് ആരോപിക്കുന്നു. തീർച്ചയായും കോൺഗ്രസ് നേതാവ് പഴകുളം മധുവിലേക്ക് തന്നെ ആദ്യം പോകുന്നു. ഇവിടെ ശ്രീ പഴകുളം മധു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, MM മണി സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് വാക്കുകളുടെയും പ്രസംഗത്തിൻ്റെ ഫുൾ ടെക്സ്റ്റിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി. അത്തരം ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ മാത്രം ഇന്ന് മുഖ്യമന്ത്രി ആരോപിച്ചത് പട്ടയ വിതരണം പോലെയുള്ള വലിയ സംഭവങ്ങൾ നടക്കുന്നതിന് തടയിടുകയാണ് ഇങ്ങനെ സർക്കാർ വിരുദ്ധ സമരങ്ങൾ, സർക്കാരിനോട് തിമിരം ബാധിച്ച, അന്ധത ബാധിച്ച ഒരുതരം പ്രവൃത്തിയുടെ ഭാഗമായിട്ടെന്ന്. തീർച്ചയായും പഴകുളം മധു താങ്കളിലേക്ക് എത്താം. കാരണം ലിസി സണ്ണി യാത്രയിലാണ്, പെമ്പുളയൊരുമൈ, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ലിസി സണ്ണി നമ്മോടൊപ്പം ചേരുകയാണ്. ലിസി സണ്ണി, താങ്കൾ നേരത്തെ ആരോപിച്ചിരുന്നു ഗോമതിയുടേത് ആളാകാൻ പോകുന്ന സമരമാണ്. അവർ പൊമ്പുളയൊരുമയിൽ, പെൺകൂട്ടായ്മയിൽ, മൂന്നാറിലെ തോട്ടം തൊഴിലാളി പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ചേരുന്നതല്ല എന്ന്, ഉൾപ്പെടുന്നതല്ല എന്ന്, ചില പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാനാണ്, ആളെ കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നതെന്നും താങ്കൾ ആരോപിച്ചിരുന്നു. ഇന്ന് AK മണി എന്ന കോൺഗ്രസ് നേതാവും പറഞ്ഞിരിക്കുന്നു BJPയിലേക്ക് ആളെ കൂട്ടാനാണെന്ന്. ലിസി സണ്ണിയും അത് തന്നെ ആയിരുന്നോ നേരത്തെ ഉദ്ദേശിച്ചിരുന്നത്? ഗോമതി ഇപ്പൊ ആളാക്കണം. എങ്ങനെ? ആര് പറഞ്ഞാലും ഗോമതി ഗോമതി എന്നുള്ള പേര് ഉച്ചരിക്കണം. ഗോമതിക്ക് മൂന്നാറില് റവടിയാകണം. അത് നടക്കില്ല. പൊമ്പള ഒരുമയ്ക്കും ഗോമതിക്കും എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ചാനലിൽ കണ്ടല്ലോ, ഏതെങ്കിലും ഒരു തോട്ട തൊഴിലാളി സ്ത്രീ അവളുടെ ആ കൂട്ടായ്മയിലേക്ക്, ആ പന്തലിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? വരില്ല. ഗോമതിയുടെ നേട്ടം കൊയ്യല് ഇതോടെ അവസാനിച്ചു. ഗോമതി സമരത്തിന് ആളായി, സമരത്തിന് വന്ന് നിന്നു, അവള് നേട്ടം കൊയ്തു, ബ്ലോക്ക് മെമ്പറായി. ഇനി ഞങ്ങൾ അത് വിടില്ല. ഞങ്ങളുടെ തോട്ടം തൊഴിലാളിയെ റോഡിലേക്ക് വലിക്കഴിക്കാൻ ഞങ്ങൾ വിടില്ല. തോട്ടം തൊഴിലാളിയെ വ്യക്തമാണ് ലിസി സണ്ണി. അതായത് മൂന്നാറിന്റെ സവിശേഷ സ്വഭാവം മനസ്സിലാക്കുന്ന, പ്രത്യേകതകൾ മനസ്സിലാക്കുന്ന താങ്കളെ പോലെയുള്ള നേതാക്കന്മാർ, AK മണിയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടി വ്യത്യാസമില്ലാതെ ഗോമതിയെ എതിർക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇന്ന് AK മണിയും ആരോപിച്ചു. കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയോട് ലിസി സണ്ണിയും പറഞ്ഞു,
അതായത് ഇവരുടെ ഉദ്ദേശം സ്റ്റാർ ആവുക മാത്രമല്ല ഈ കൂട്ടത്തെ ചില പ്രത്യേക കോണിലേക്ക് എത്തിക്കുകയാണ് എന്ന്. അത് ഏത് കോണാണെന്ന് ഇന്ന് AK മണി പറഞ്ഞു, BJP-യിലേക്കാണെന്ന്. അത്തരത്തിൽ ഗോമതിക്ക് ഒരു BJP നീക്കം ഉണ്ടോ ലിസി സണ്ണി? ഹലോ, ലിസി സണ്ണി കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറയട്ടെ സാർ, ഇവളുടെ പിന്നില് ആരോ ഉണ്ട്, കുത്തിവിടുന്നുണ്ട്. ഇവൾ ഈ പൊമ്പള ഒരുമേലേക്ക് വന്നിരിക്കുന്നത് ഇതെല്ലാം തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവളുടെ പേര് എല്ലാ രാജ്യത്തേക്കും എത്തണം. ഇവള് വലിയ ആളാവണം. ഇവളെ ആളാക്കാൻ ഞങ്ങൾ വിടില്ല. ഞങ്ങളെ റോട്ടിൽ വിട്ടേച്ച് പോയവളെ അവള് ഒരു കാലത്തും ഞങ്ങളുടെ പൊമ്പള ഒരുമയുടെ പേര് പറയാൻ അവൾക്ക് അർഹതയില്ല. ഞങ്ങളുടെ കൊടി അവൾ അവിടെ വെക്കരുത്. അത് ശരിയാണ് ലിസി, ശ്രീമതി ലിസി, അത് ശരിയാണ്. താങ്കളും താങ്കളുടെ പൊമ്പള ഒരുമയും പറഞ്ഞു ഗോമതി സ്റ്റാർ ആകാനാണ്, ഞങ്ങൾക്ക് അവരുമായി ബന്ധമില്ല എന്ന് ഒക്കെ പറഞ്ഞു. പക്ഷേ ഇതിന്റെ പിന്നിൽ ചില താല്പര്യമുണ്ട് എന്ന് ലിസി സണ്ണി പറഞ്ഞു. ആ താല്പര്യക്കാരാരാണ്? BJP-യിലേക്കാണോ, BJP പാളയത്തിലേക്കാണോ അവരുടെ പോക്ക്? അതാണോ ലിസി സണ്ണിയുടെ സംശയം? സംശയം പറയൂ ലിസി സണ്ണി യാത്രയിലായതിനാൽ ടെലിഫോണിലേക്ക് വീണ്ടും എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പഴകുളം മധുവിലേക്ക്. ശ്രീ മധു, അതായത് ഇന്ന് ഉമ്മൻചാണ്ടി അവിടെ പോകുന്നു, പങ്കെടുക്കുന്നു. അവിടെ വേദി വലിയ സജീവമായിരുന്നു. സദസ്സ് പക്ഷേ A ഗ്രൂപ്പുകാരെ കൊണ്ട് മാത്രം സമ്പന്നമായിരുന്നു. അതിൻ്റെ അർത്ഥം ശുഷ്കമായിരുന്നു എന്ന് പൊതുവെ അവിടെ പറയുന്നതാണ്. എനിക്കറിയില്ല, അത്തരം വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇവിടെ AK മണിയെപ്പോലെയുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ്, അവിടുത്തെ തൊഴിലാളികളുടെ വിയർപ്പിനൊപ്പം പണിയെടുക്കുന്നവരെല്ലാം മൂന്നാറിന് പുറത്തുള്ള ഒരു അന്തരീക്ഷത്തിൽ MM ഹസനും ഉമ്മൻചാണ്ടിയും VM സുധീരനും ഒക്കെ സംസാരിച്ചിരിക്കാം. പക്ഷേ മൂന്നാറിൻ്റെ പൾസ് അറിയുന്ന നേതാക്കന്മാർ കോൺഗ്രസ് ആയാലും മണിയാശാനെ തള്ളിപ്പറയുന്നില്ല. തള്ളിപ്പറഞ്ഞാൽ അവർക്ക് തൊഴിലാളികളുടെ ഒറ്റപ്പെടേണ്ടി വരും. ഈ സമരത്തിന് കൂട്ടുനിൽക്കുന്നില്ല. പോയിന്റ് നമ്പർ 2, ഈ സമരത്തിന് കൂട്ടുനിൽക്കുന്നില്ല, ഗോമതിയുടെ സമരത്തിന്. ഈ ആന്തരിക വൈരുദ്ധ്യത്തിൽ ഇനി എങ്ങനെ കോൺഗ്രസിന് ഈ സമരവുമായി മുമ്പോട്ട് പോകാനാകും എന്ന സംശയം ആദ്യം തന്നെ ശ്രീ പഴകുളം മധുവിനോട്. താങ്കളുടെ ആന്തരിക സംഘർഷം കോൺഗ്രസ് പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞു വരുന്നു, കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ വല്ലാതെ ഉഴറുന്നു എന്നൊക്കെയുള്ള താങ്കളുടെ വിലയിരുത്തൽ ഞാൻ ഒരു തമാശയായിട്ടേ കാണുന്നുള്ളൂ. താങ്കളുടെ എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അത്തരം പ്രശ്നങ്ങളൊന്നും അല്ല ഇന്ന് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളൊന്നും താങ്കൾ പറഞ്ഞ ആസ്പെക്റ്റ് അല്ല ചർച്ച ചെയ്തത്. ഇവിടെ ശ്രീ AK മണി ഒരു തൊഴിലാളി നേതാവാണ്. വെമ്പിള ഒരുമ എന്ന് പറയുന്ന സംഘടന ഒരു വലിയ സംഘടനയല്ല എന്ന് AK മണി പറഞ്ഞാൽ അതിന് അത്ഭുതപ്പെടാവുന്ന ഒരു വലിയ സംഘടനയൊന്നുമല്ല. അല്ലെങ്കിൽ ഗോമതി എന്ന് പറയുന്നത് ഒരു വലിയ നേതാവുമല്ല. ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ സമരപന്തലിൽ പോകേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു തൊഴിലാളി പാർട്ടി നേതാവെന്നുള്ളത് അദ്ദേഹത്തിന് അത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത് കേരളത്തിലെ സമൂഹവും രാജ്യത്തെ ജനങ്ങളും ഈ പ്രശ്നത്തെ കാണുന്നത് അങ്ങനെയല്ല. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ജനങ്ങളോടും രാജ്യത്തോടും ബാധ്യതയുള്ള നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഭാഷയെയും നമ്മുടെ ജനങ്ങളുടെ താല്പര്യങ്ങളെയും എല്ലാം ഉയർത്തിപ്പിടിക്കാൻ കടമപ്പെട്ട ഒരു മന്ത്രി നടത്തിയ ആഭാസകരമായ പ്രസംഗം അത് ഈ സമൂഹത്തിലെ സ്ത്രീകളെ ആകെ അപമാനപ്പെടുത്തുന്നു. നിയമസഭയിൽ ആ സ്ത്രീവിരുദ്ധ പരാമർശം ഏത് സെക്കൻഡിൽ ഏത് വാക്കിൽ പറഞ്ഞു എന്ന് പറയാൻ, കണ്ടന്റ് നിരത്തി പറയാൻ പ്രതിപക്ഷത്തിനായില്ല. ശ്രീ പഴകുളം മധു, പ്രതിപക്ഷം ഒന്നും പറയണ്ടല്ലോ. ഇത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ നിങ്ങൾ പുറപ്പെടുവിച്ചു. കേരളത്തിലെ എല്ലാ ചാനലുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്ന രാഷ്ട്രീയ ആരോപണമാണ്. അവിടെ സ്ത്രീവിരുദ്ധ പരാമർശമുണ്ടോ? ശ്രീ MM മണി അത്തരം പറഞ്ഞ ഭാഷയുടെ ശൈലിയോ മറ്റോ വിമർശിക്കാം. പക്ഷെ അതിലെ സ്ത്രീവിരുദ്ധ പരാമർശം എന്ന വാക്ക്, അവിടെയാണ് ഈ സമരങ്ങളൊക്കെ നടക്കുന്നത്. അതുണ്ടോ ശ്രീ പഴകുളം മധു? എനിക്ക് പറയാൻ കൂടി അവസരം പറയൂ, അതിന് ആഡ് ചെയ്തതാണ് ഞാൻ. MM മണി തന്നെ ഞാൻ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഗോമതിയെ പറഞ്ഞിട്ടില്ല, ഞാൻ ലിസിയെ പറഞ്ഞിട്ടില്ല, ഞാൻ മറ്റൊരാളെ പറഞ്ഞിട്ടില്ല എന്നേ അദ്ദേഹത്തിനും കേസുള്ളൂ. സ്ത്രീവിരുദ്ധ പരാമർശം MM മണി നടത്തിയെന്നും അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും നീചമായ ഒരു കറുത്ത മുഖമാണ് വ്യക്തമാക്കിയതെന്നും ഈ ലോക സമൂഹമാകെ കണ്ടതാണ്. ഇന്ന് AK മണി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് കോൺഗ്രസ് നേതാവ് AK മണി, KPCCയുടെ വൈസ് പ്രസിഡന്റ് AK മണി പറഞ്ഞ ഒരു കാര്യം, സ്ത്രീവിരുദ്ധമായ പരാമർശം മണിയാശാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ക്ലോസ് ഉണ്ടെങ്കിൽ കോൺഗ്രസിന് ഈ സമരം ഏറ്റെടുക്കാമല്ലോ. BJP-യിലേക്ക് ആളെ കൂട്ടുന്ന
ആളില്ലാത്ത ഗോമതിക്ക് പിന്നിൽ എന്തിനാ പോകുന്നത്? പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ടാലും ഞങ്ങൾ അതിനില്ല എന്നാ AK മണി പറഞ്ഞത്. അതിനുള്ള കോൺഗ്രസിന്റെ മറുപടി എന്താ? എനിക്ക് താങ്കൾ എന്നെ അനുവദിക്കുക, ഞാൻ പറയാം. പറയൂ. എന്തു പറഞ്ഞാലും BJP എടുത്ത് ചുഴറ്റുക. ഇടതുപക്ഷ മുന്നണിക്ക് ഞാനല്ല പറഞ്ഞത്, AK മണി. പ്രത്യേകിച്ച് CPM-നും മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാൻ ഇപ്പം മറ്റൊരു ആയുധമില്ല. മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും അവരെ ആക്ഷേപിക്കാൻ പണ്ടുണ്ടായിരുന്നു. പണ്ട് ചില മാന്യന്മാരെ ആക്ഷേപിക്കാൻ മോശപ്പെട്ട സ്വഭാവമുള്ള സ്ത്രീകളെ അവരുടെ വീടിന് മുമ്പിൽ പറഞ്ഞു വിട്ട് തെറി വിളിപ്പിക്കും എന്ന് ഞങ്ങൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേ രീതിയാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്നത്. BJP എന്ന് പറയുന്ന ഭൂതം ആരെയാണ് പേടിപ്പിക്കുന്നത്? കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെയും ആക്ഷേപിക്കാനും അവർ സമൂഹത്തിൽ അവരെ വക്രീകരിച്ച് കാണിക്കാനും വേണ്ടി മുഖ്യമന്ത്രി കാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് RSS, BJP. ഇതൊന്നും ഞങ്ങളെ ഉപയോഗിച്ചതോ ഇന്ന്? AK മണി ഉപയോഗിച്ച് AK മണി എന്താ പറഞ്ഞത്? BJP ആ ബൈറ്റ് കാണിക്കൂ. AK മണി എന്താ പറഞ്ഞത്? BJPക്ക് പ്രയോജനം ഉണ്ടാക്കാൻ അവിടെ ആളെ കൂട്ടാനാണ് ഗോമതി പോകുന്നത്. BJPക്ക് പ്രയോജനം ഉണ്ടാക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. AK മണി അല്ല. ഏത് വലിയ നേതാവ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ശരി, അത് തെറ്റാണ്. അവിടുത്തെ DCC പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിടെ പോയിരിക്കുന്നു. കേരളത്തിന്റെ സംസ്കാരത്തെ ഹീനമായി ചിത്രീകരിച്ച് കാണിക്കുന്ന നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ജനതയ്ക്കും ഏത് കാലത്തും നിലനിൽക്കാൻ പോകുന്ന ഒരു മഹാ അവഹേളനം ചെയ്ത ഒരു പാപത്തിന്റെ കറ കഴുകിക്കളയാൻ ബാധ്യതപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായി കേരളത്തിലെ കോൺഗ്രസും UDF-ഉം പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അടക്കമുള്ള എല്ലാവരും ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാതെ ഗോമതി രക്ഷിക്കാൻ വേണ്ടിയല്ല, പെമ്പിളെ ഒരുമ എന്ന് പറയുന്ന സംഘടനയെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയല്ല. കേരളത്തിലെ ഒരു മന്ത്രി നമ്മുടെ സംസ്കാരത്തെ അപകീർത്തിപ്പെടുത്തിയ ഈ സമൂഹത്തിലെ സ്ത്രീകൾക്ക് പൊതുരംഗത്ത് നിൽക്കാൻ കഴിയാത്ത സ്ത്രീകളെ അധിക്ഷേപിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അധിക്ഷേപിച്ച സ്ത്രീകളുടെ മാനത്തിന് പൊതുവേദിയിൽ അതിന് എന്താണ് വിലപേശി അല്ലെങ്കിൽ അതിനെ എന്താണ് വെല്ലുവിളിച്ച് അധിക്ഷേപിച്ച ഈ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലാത്ത യോഗ്യനല്ലാത്ത സംസ്കാരത്തിനല്ലാത്ത ഒരു മന്ത്രി ഇറങ്ങി പോകണം എന്ന് പറഞ്ഞുള്ള സമരമാണ്. ഈ സമരം കോൺഗ്രസിന്റെ അല്ല, കേരളീയ സമൂഹത്തിന്റെയാണ്, മലയാളത്തിന്റെ സമരമാണിത്. ആ സമരമാണ് കോൺഗ്രസ് എടുക്കുന്നത്. ശ്രീ പഴകുളം മധു, അതായത് ഇത് മൂന്നാറിലെ കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിനാകുന്നില്ല. അതാണ് AK മണിയുടെ മൂന്നാറിലെ കോൺഗ്രസ് തൊഴിലാളി നേതാവാണ് ശ്രീ AK മണി. അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം AK മണി MM മണി പറഞ്ഞ ആ സംസ്കാരശൂന്യമായ ഭാഷയെ പിന്താങ്ങിയിട്ടില്ല. അദ്ദേഹം സ്ത്രീകളെ അധിക്ഷേപിച്ചതിനെ പിന്താങ്ങിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീ P. ബിജു, അതായത് ഇവിടെ മറ്റൊരു വൈരുദ്ധ്യം നിങ്ങൾക്കെതിരെയുമുണ്ട്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ വൈരുദ്ധ്യത്തിൽ ആടി ഉലയുമ്പോൾ തന്നെ MM മണിയെ പരസ്യമായി ശാസിക്കാനുള്ള സംസ്ഥാന സമിതി തീരുമാനമെത്തുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് താങ്കളോട് ചോദിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. പക്ഷേ എന്നാലും പൊതുസമൂഹം ഉയർത്തിയിരിക്കുന്ന, പൊതുസമൂഹം എന്ന പേരിൽ സർക്കാർ വിരുദ്ധരോ മാർക്സിസ്റ്റ് പാർട്ടി വിരുദ്ധരോ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ വെട്ടിയൊതുക്കാൻ നിങ്ങളും തയ്യാറായിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിലുള്ള വൈരുദ്ധ്യം അതുപോലെ ഈ വിഷയത്തിൽ നിങ്ങളെയും ബാധിച്ചോ എന്നൊരു സംശയം. അല്ല, ഒരു വൈരുദ്ധ്യത്തിൻ്റെയും പ്രശ്നമില്ല. ഇവിടെ എന്താണ് മൂന്നാർ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് 2-3 ദിവസമായി ഉയർത്തിക്കൊണ്ടുവന്നത്? ശ്രീ MM മണി കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു എന്ന നിലയിൽ എഡിറ്റ് ചെയ്ത് ചില മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതിൻ്റെ ഭാഗമായി 1-2-3 പേർ അവിടെ സമരരംഗത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ തെറ്റായ വാർത്ത, ഞാൻ ആ വാർത്ത കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ആ വാർത്ത വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകൻ തന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാരും എന്താ പ്രക്ഷോഭത്തിന് പോകുന്നില്ലേ, സമരം നടത്തുന്നില്ലേ? ഇവർ തന്നെ ചോദിക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ നേരത്തെ സംസാരിച്ച ലിസിയും ഈ ഗോമതിയും രണ്ടുപേരുടെ അഭിപ്രായം എടുത്തു. ഒരാൾ പറഞ്ഞ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോഴാണോ തീർക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ. നിങ്ങൾ വേണമെങ്കിൽ ഞാനിപ്പോൾ വേറൊരു ചാനലിൽ വന്നിരുന്ന പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ നിലയിൽ വാർത്ത കൊടുത്തു സങ്കുചിതമായിട്ടുള്ള. കാരണം അവിടെ ഉയർന്നു വന്ന വിമർശനം, അവിടെ മാധ്യമങ്ങളും ചില ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചില ആ കൂട്ടുകെട്ടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന ഒട്ടേറെ ഘടകങ്ങൾ കേരള സമൂഹത്തിന് മുന്നിലുണ്ട്.
അത് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2-3 ദിവസമായി വാർത്ത ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് അവിടെ ഈ 2-3 സ്ത്രീകൾ സമരം നടത്തുന്നത്. ആ സമരത്തിന് കേരളീയ സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടില്ല. ആയിരക്കണക്കിന് തൊഴിലാളികളുള്ളൊരു പ്രദേശമാണ് മൂന്നാർ, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ. നേരത്തെ പെൺപിള ഒരുമയുടെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു, ഇതിൽ അവർക്കൊന്നും ഒരു ബന്ധമില്ല. കോൺഗ്രസ്സുകാരെയും കിട്ടില്ല, കാരണം യാഥാർത്ഥ്യം എന്തെന്ന് കേരളീയ സമൂഹത്തിന് അറിയാം. ഇവിടെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശവും അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു പരാമർശവും, ഇവിടെ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനം ഇതാണല്ലോ. എവരാണല്ലോ ഇപ്പോൾ സദാചാരത്തെക്കുറിച്ച് പറയുന്നത്, സ്ത്രീകളുടെ സ്ത്രീകളുടെ സദാചാരം ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇവരെ ഭരണകാലത്ത് എത്ര മന്ത്രിമാർക്കെതിരെ ആക്ഷേപം, എത്ര ആൾക്കാർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്, MLA മാർക്കെതിരെ FIR, പീഡനത്തിന് കേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തവരാണ്. ഒരു സ്ത്രീയെ അടിച്ചു കൊന്ന് ചാക്കി കെട്ടി വെച്ചത് അവരുടെ ഒരു മന്ത്രിയുടെ ഓഫീസിലാണ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലാണ് അടിച്ച് കൊന്ന് ചാക്കി കെട്ടി വെച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേരളത്തിൽ 5 വർഷക്കാലം പ്രവർത്തിച്ചു വരുന്നവരാണ് ഇപ്പോൾ ചില കൽപ്പിത കഥകളുണ്ടാക്കി BJPയുമായി കൂട്ടുചേർന്നുകൊണ്ട് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. തെറ്റായ കാര്യമല്ല. ഇവരിപ്പോൾ പറഞ്ഞത് ചുമ്മാ പറയുകയാണെന്ന്. കഴിഞ്ഞ സമരം നടത്തിയാരാ, കഴിഞ്ഞ ഇവിടെ ബന്ദ് പ്രഖ്യാപിച്ചാരാ? നിങ്ങൾ നോക്കൂ, എവിടെയാണെങ്കിലും രാവിലെ രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തും, കുറച്ച് കഴിയുമ്പോൾ കുമ്മനം രാജശേഖരൻ പത്രസമ്മേളനം. എല്ലാ സമരവും ഒന്നിച്ചാണ്. ഹർത്താലിനെതിരെ അവർ സമരം നടത്തുന്നവരാണ്. കോൺഗ്രസ് എല്ലാ ഹർത്താലിനെതിരെ സമരം. മാധ്യമങ്ങളതാണ് നിലപാട് സ്വീകരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത, എപ്പോഴും ഒരു ഹർത്താലിനെതിരെ നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ ഹർത്താലിനെതിരെ നിലപാട് സ്വീകരിച്ചു. ഹർത്താൽ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ കോൺഗ്രസും BJPയും കൂടെ സമരം നടത്തുന്നു, ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു. ശരിയാണെങ്കിൽ ശരിയെന്ന് പറയണം. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ഹർത്താലിൽ എന്താ സംഭവിച്ചത്? ആദ്യം BJP 2 സ്ഥലത്ത് ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. അപ്പൊ കോൺഗ്രസ് അങ്ങനെയല്ല, ഉടനെ BJP ഹർത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു നടക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് പ്രസിഡന്റായിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അടുത്തും ഈസ്റ്റ് ഫോർട്ടിലും സത്യാഗ്രഹം ഇടുന്ന ആളാണ്. അതാണ് ഇപ്പോഴത്തെ KPCC അദ്ദേഹമാണ് ഇത് സമരം ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. BJPക്ക് ആളിനെ കൂട്ടുന്ന BJPക്ക് ഏതായിരുന്നാലും സങ്കുചിത ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ആ മുദ്രാവാക്യം എടുത്ത് സമരം നടത്ത്. നിങ്ങൾ എന്തിനാണ് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അവിടെ കോൺഗ്രസ് കിട്ടാത്തത്. അവിടെ കോൺഗ്രസിന്റെ KPCCയുടെ വൈസ് പ്രസിഡന്റാണ് പറയുന്നത് അദ്ദേഹം. ആ KPCC വൈസ് പ്രസിഡന്റിനെ പോലെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ആ പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ ഈ തോട്ടം തൊഴിലാളികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി വരണമല്ലോ. ഇത്രയും കാതലായ ചോദ്യമാണ്. നമുക്ക് AAP നേതാവ് ശ്രീ ഷൈബു മഠത്തിലിനോട് കൂടി പോകാം. ശ്രീ ഷൈബു മഠത്തിൽ, അതായത് ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നു. ഇന്ന് AK മണി നിങ്ങൾക്കുമെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തൊപ്പിയിട്ട സമരം എന്ന് ഉദ്ദേശിച്ചത് ആം ആദ്മിയുടെ സഹകരണമാണ്. അവിടെയും വൈരുദ്ധ്യമുണ്ട്. BJP ഇതുവരെ സഹകരിച്ചിരുന്ന BJP ആം ആദ്മി ഈ സമരം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഗോമതിയും 2-3 പേരും ചേർന്ന് നടത്തുന്ന സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ BJPയിലും പിന്മാറ്റമുണ്ട് എന്നാണ് പൊതുവെ വാർത്തകളൊക്കെ എത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ മോഡി വിരോധം, അതിൻ്റെയൊക്കെ ഒരു അനുരണനം എന്ന നിലയിൽ ആ വൈരുദ്ധ്യവുമുണ്ട്. സത്യാഗ്രഹം ഇരിക്കാനിരുന്ന ആൾക്കാരെ നിരാഹാരത്തിലേക്ക് കൊണ്ടുവന്ന് പൂർണ്ണ പിന്തുണയിലേക്ക് എത്തിക്കാമെന്ന് പ്രചരിപ്പിച്ചത് CR നീലകണ്ഠനാണ്. ഈ രീതിയിലേക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട സമരത്തിലും മതിക്കുമ്പോഴാണ് AK മണിയെപ്പോലെ ഒരു തൊഴിലാളി നേതാവ് അവിടെ നിന്ന് ഇതിന് ഭിന്നത ഉയർത്തുന്നത്. തൊപ്പിയിട്ട സമരം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത് ഈ ഘട്ടത്തിൽ? മഠത്തിൽ നോക്കൂ, ഇപ്പോൾ ഈ ഇവിടെ നടന്ന ചർച്ചയിൽ എനിക്ക് മനസ്സിലായത് ഈ സമരത്തെ അണ്ടർമൈൻ ചെയ്ത് കുറച്ച് കാണിക്കാനായിട്ട് ഒന്ന് ഈ AK മണിയുടെ പ്രസ്താവന കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്ന് കാണിക്കാൻ. സത്യത്തിൽ AK മണി AAP കുറിച്ച് പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് മൂന്നാറിൽ നമുക്കറിയാം, മൂന്നാറിൽ ഏറ്റവും വലിയ വ്യവസായമാണ് കയ്യേറ്റം. കാരണം ടൂറിസം അവിടുത്തെ ഏറ്റവും വലിയ വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ കയ്യേറ്റം ഏറ്റവും വലിയ വ്യവസായമാണ്. അതിൻ്റെ ഒരു കുത്തക കൈവശം വെച്ചിരിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരാണ്. അവർക്ക് കപ്പം കൊടുത്ത് പ്രൊട്ടക്ഷൻ മണി കൊടുത്ത് മാത്രമേ അവിടെ കയ്യേറ്റം സാധിക്കൂ. ആ കയ്യേറ്റത്തെ തടയാൻ, അതിനെ ഒഴിപ്പിക്കാൻ ഏത് കളക്ടർ വിചാരിച്ചാലും സർക്കാർ വിചാരിച്ചാലും സാധിക്കില്ല. അപ്പോൾ AK മണിയുടെ പ്രസ്താവന ഏത് ബേസിസിലാണ്? പിന്നെ അവിടുത്തെ പിമ്പളയൊരുമയോട് ഇവർക്കെല്ലാമുള്ള വിരോധം നമുക്കറിയാം. ദീർഘകാലമായി കോൺഗ്രസിൻ്റെ തൊഴിലാളി പ്രസ്ഥാനത്തിന് ഉൾപ്പെടെ
കുത്തകയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ CPM-ന്റെയും CPI-യുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് കുത്തകയുണ്ടായിരുന്ന ഒരു പ്രദേശം, അവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ളൊരു പ്രദേശം, തോട്ടം തൊഴിലാളികളുടെ പ്രദേശം, അവിടെ ആ കുത്തക പിടിച്ചെടുത്ത് ആ കുത്തക തകർത്ത് തൊഴിലാളികൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാം, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയില്ലാതെ എന്ന് തെളിയിച്ച ഒരു സമരം കൂടിയായിരുന്നു പെമ്പളി ഒരുമയുടെ സമരം. അതുകൊണ്ട് MM മണിക്ക് ഉണ്ടാവുന്ന വിരോധം പോലെ തന്നെയാണ് AK മണിക്ക് ഈ വിഷയത്തിലെ പെമ്പളി ഒരുമയോട് ഉണ്ടാവുന്ന വിരോധം. അപ്പോൾ അത് മറ്റൊരു മാറ്ററാണ്. അങ്ങനെ അവരിൽ തമ്മിലുള്ള ഭിന്നതയൊക്കെ നോക്കിയിട്ട് ഈ സമരത്തിനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. കാരണം ഈ സമരം ഒരു കോസിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. പിന്നെ AK മണി പറഞ്ഞ പ്രസ്താവന ഇത് തൊപ്പി വെച്ച സമരമാണെന്നുള്ളത് ഞാനത് വളരെ നല്ല കാര്യമാണ്. എന്റെ സംശയം ഇവിടെയാണ്. അതായത് ശ്രീ ഷൈജു മഠത്തിൽ താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുന്നു. അതായത് എന്ത് തരത്തിലുള്ള കോസാണെന്ന് മനസ്സിലാക്കണം. അതായത് ഒന്ന്, MM മണിയുടെ പ്രസംഗത്തിന്റെ ശൈലി പോരാ, ഇങ്ങനെയല്ല ശൈലിയിൽ പ്രസംഗിക്കേണ്ടത് എന്ന വിമർശനമാണോ, അതോ MM മണി സ്ത്രീവിരുദ്ധമായ പരാമർശം നടത്തി എന്നതിൻ്റെ സമരമാണോ നിങ്ങൾ പ്രതിഷേധമായി ഉയർത്തുന്നത്? സ്ത്രീവിരുദ്ധ പരാമർശം എന്ന ആദ്യ വാക്കുകളാണ് എങ്കിൽ അതല്ല എന്ന് അതിന് തൊട്ടടുത്ത് ഏതാണ്ട് 200 മീറ്റർ ഇപ്പുറം DYFI ഇന്ന് ആ പ്രസംഗം ഫുൾ ടെക്സ്റ്റായി അവിടെ പ്രദർശിപ്പിച്ചു എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് എങ്കിൽ ആ പ്രസംഗത്തിൽ എവിടെയും ചാനലുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം, അതിൻ്റെ ഭാഗമായ ഗൂഢാലോചന, അതിന് വിവിധ കാലങ്ങളുണ്ടായി. സുരേഷ് കുമാറിൻ്റെ കാലത്തും പെമ്പുളൈ ഒരുമയുടെ കാലത്തും. പെമ്പുളൈ ഒരുമയുടെ സമരത്തിൻ്റെ കാലം ആ കാലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. അവിടെ ഉദ്ദേശിക്കുന്നത് ചാനലുകാരും എന്ന് വ്യക്തമാണ് ശ്രീ MM മണിയുടെ വാക്കുകളിൽ. അതിനപ്പുറം ഒരു സ്ത്രീവിരുദ്ധ പരാമർശമില്ലെന്ന് വസ്തുതകൾ, ആ ടെക്സ്റ്റ്, ആ വീഡിയോ തന്നെ പറഞ്ഞതാണ്. അത് വിവിധ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ അത് സജീവമാണ്. എന്നിട്ടും സ്ത്രീവിരുദ്ധ ആരോപണം എന്നതിലെ നിങ്ങളുടെ രാഷ്ട്രീയമായ അജണ്ടയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന് ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ഷൈജുവിന് മറുപടി ഉണ്ടോ? നോക്കൂ, ഇവിടെ MM മണിയുടെ 17 മിനിറ്റ് നീണ്ട പ്രസംഗം പൂർണ്ണമായി ഞാൻ പല ആവർത്തി കേട്ടതാണ്. ആ പ്രസംഗത്തിൽ അധിക്ഷേപിക്കുന്നത് MM മണിയുടെ അവസാനത്തെ ഡിഫൻസ് എന്താണ്? ആദ്യം മാപ്പ് പറഞ്ഞ MM മണി, അന്നേ ദിവസം അതിനകത്ത് മാപ്പ് പറഞ്ഞ MM മണി 2 ദിവസത്തിന് ശേഷമുള്ള ഡിഫൻസ് ഉണ്ടാവും. MM മണി പറയുന്നത് ഇത് മാധ്യമങ്ങൾക്കെതിരെ ഖേദം പ്രകടിപ്പിച്ചു. ഞാൻ പറഞ്ഞ 2 ദിവസത്തിന് ശേഷം MM മണിയുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ഇത് മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ, ഇപ്പൊ CPM-ന്റെ ഡിഫൻസ് അത് തന്നെയാണ്, മാധ്യമ പ്രവർത്തകർക്കെതിരെ നടത്തിയ ആക്ഷേപമാണ്. അതിനകത്ത് ആദ്യം ഈ പ്രസംഗത്തിന്റെ 17 മിനിറ്റുള്ള സ്ട്രിപ്പിന്റെ തുടക്കത്തിൽ അവിടുത്തെ സബ് കളക്ടറായിട്ടുള്ള ഇപ്പോഴത്തെ ദേവികുളം സബ് കളക്ടർ ശ്രീരാം വെങ്കട്ടരാമനെ ആക്ഷേപിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം സുരേഷ് കുമാറിനെ കുറിച്ച് പറയുന്നുണ്ട്. പഴയ ദൗത്യസംഘം തലവനായിരുന്ന സുരേഷ് കുമാർ IAS-നെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കേസ് കണക്കിന് മദ്യം കൊണ്ടുവന്നും മറ്റു ചില ഏർപ്പാടുകൾ നടത്തിയ കാര്യം. അതിനുശേഷമാണ് പെമ്പളൈ ഒരുമയുടെ കാര്യം പറയുന്നത്. പെമ്പളൈ ഒരുമയെ കുറിച്ച് ഇവിടെ ഈ പ്രസംഗം നമ്മൾ അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പോകാം. ഇവർ തമ്മിലുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് കാലത്തെ അടയാളപ്പെടുത്താൻ ജനറലൈസ് ചെയ്ത് അരാഷ്ട്രീയമായ കള്ളങ്ങൾ പ്രചരിപ്പിക്കരുത്. വസ്തുതകൾ അതായിരിക്കെ ശ്രീ ആം ആദ്മി നേതാവ്. നമുക്ക് അങ്ങനെ അതിനെ എടുക്കാം. അങ്ങനെ അതിനെ എടുത്താൽ തന്നെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അത് കാലത്തെ അടയാളപ്പെടുത്താൻ മാത്രമാണ് പെമ്പളൈ ഒരുമയുടെ കാലത്ത് എന്ന വാക്ക് ഉപയോഗിച്ചതെങ്കിൽ തന്നെ അവിടെ MM മണി ആരോപിക്കുന്നത് എന്താണ്? ഒന്ന്, MM മണി ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അധിക്ഷേപിക്കുന്നുണ്ട്. 2 സർക്കാർ ഉദ്യോഗസ്ഥൻ, നല്ല ട്രാക്ക് റെക്കോർഡുള്ള സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അധിക്ഷേപിക്കുന്നത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ പെമ്പളൈ ഒരുമയുടെ കാലത്ത് നടന്ന കാര്യം. പെമ്പളൈ ഒരുമയുടെ കാലത്ത് എന്ത് നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കുണ്ടാവുന്ന ഒരു സംശയതാണ്. അപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ ലോക്കൽ ചാനലുകളും ഒക്കെ പ്രചരിപ്പിച്ച കാര്യങ്ങൾ, അതിന്റെ വസ്തുതകൾ ഫുൾ ടെക്സ്റ്റായി ഞങ്ങൾ ഇന്നലെയും ഈ ചർച്ചയിൽ ഉപയോഗിച്ചതാണ്. ആവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് അത് പറയാത്തത് ശ്രീ ഷൈബു. അതായത് ഇങ്ങനെ നോക്കൂ, ചാനലുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ അവിശുദ്ധമായൊരു ഗൂഢാലോചന കൂട്ടുകെട്ടുണ്ട് കുടിയേറ്റ പ്രശ്നങ്ങൾക്കെതിരായി, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ മാത്രം അനുകൂലിക്കുന്ന രീതിയിൽ. അതിനായി അവർ മദ്യം ഉപയോഗിക്കുന്നു. ഒന്ന്, ആ മദ്യം വിവിധ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ മദ്യം ഉപയോഗിച്ചുള്ള ഗൂഢാലോചനയും ഗൂഢാലോചനയും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാണ് ശ്രീ MM മണി പറയുന്നത്. അതിലെ സ്ത്രീവിരുദ്ധ പരാമർശം എവിടെയെന്ന് നിങ്ങൾ അടിവര ഇടുന്നില്ല. അത് പ്രതിഷേധാർഹമാണ്. അത് പറയൂ, ഒരു സ്ത്രീവിരുദ്ധ പരാമർശം അതിൽ കാണിച്ചു തരൂ, ഞങ്ങൾ പ്രദർശിപ്പിക്കാം.
എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ ജിംഷാദ്. അതായത് അവിടെ പെമ്പിളി ഒരുമയുടെ കാലത്ത് കാട്ടിൽ എന്ത് നടന്നു, എന്ത് വൃത്തികേട് നടന്നു എന്നാണ് ശ്രീ എം എം മണി പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ. അദ്ദേഹം ആരോപിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ച് അത് ബോധപൂർവം പ്രചരിപ്പിക്കുന്നതാണ്. ചാനലുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിലും പൊന്തക്കാട്ടിലും ഒക്കെ ഇവർ കൂടിയാലോചനയും മദ്യമടിയും അത്തരത്തിൽ ആഭാസത്തരം കാണിച്ച് സർക്കാരിനെതിരായി അല്ലെങ്കിൽ നല്ലൊരു സംരംഭങ്ങൾക്കെതിരായി നിൽക്കുകയാണ്, ജനങ്ങൾക്കെതിരായി നിൽക്കുകയാണ് എന്ന രാഷ്ട്രീയ ആരോപണമാണ്. അതിനെ ആ അർത്ഥത്തിൽ എം എം മണിയെ വിമർശിച്ചോളൂ. അവിടെ സ്ത്രീ വിരുദ്ധമായ പരാമർശം എന്ന സമരത്തിന്റെ അടിസ്ഥാനം അവിടെ പൊളിയുന്നു. അതാണ് ഈ ആന്തരിക വൈരുദ്ധ്യങ്ങളായി ഉയരുന്നത്. തീർച്ചയായും ലിസി സണ്ണി കൂടി നമ്മോടൊപ്പം ഉണ്ട് എന്ന് കരുതുന്നു. ലിസി സണ്ണി ഉണ്ടോ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ? ഇല്ല. ശ്രീ പഴകുളം മധു, അതായത് പൊമ്പുള ഒരുമയുടെ നേതാക്കന്മാർ പറയുന്നു ഗോമതി ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന്. കോൺഗ്രസ് ഈ സമരത്തെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിലെ തന്നെ പ്രമുഖ നേതാവ് പറയുന്നു ഈ സമരവുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന്. ഇതിൽ നിന്ന് കോൺഗ്രസ് എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ഇപ്പൊ താങ്കൾ അന്വേഷണയുടെ പറഞ്ഞല്ലോ എന്ത് സ്ത്രീ വിരുദ്ധ പരാമർശമാണ് ശ്രീ എം എം മണി നടത്തിയതെന്ന് താങ്കൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അതൊന്നും നടത്തിയിട്ടില്ല. ഒന്ന്, അദ്ദേഹം ഇതിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ ഒരാളാണ്. അവരുടെ ഡിമാൻഡ് അവിടെ ചെന്ന് സമരപ്പന്തൽ കാലിൽ തൊട്ട് മാപ്പ് പറയണമെന്നാണ് അവർ പറഞ്ഞത്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവിടെ ആ പെമ്പിള ഒരുമ സമരത്തിന്റെ കാലത്ത് മദ്യപാനം ഉണ്ടായിരുന്നു, കാടിനകത്ത് കയറി പരിപാടി ഉണ്ടായിരുന്നു, നന്നായി മദ്യപാനം കഴിഞ്ഞിട്ട് മറ്റേ പണി നടന്നു എന്ന് ശ്രീ എം എം മണി നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താണ് ഒരു കേരളത്തിലെ സ്ത്രീകളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയേണ്ടത്? എന്താ പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, മന്ത്രി മണിക്ക് ഭാഷയും വിദ്യാഭ്യാസവും കുറവാണെന്ന് പറയാം. പക്ഷെ ഈ ഗവൺമെന്റിലെ വിദ്യാഭ്യാസ മന്ത്രി ഒഴിച്ച് ഏത് മന്ത്രിയാണ് പത്രക്കാരോട് ജനങ്ങളോട് ധിക്കാരത്തിന്റെ ഭാഷ ഉപയോഗിക്കാത്തത്? ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പാർട്ടിയാണിത്, അറിയാലോ. ബിഷപ്പ് IAS നായോട് ഉപയോഗിച്ച ഒരു മന്ത്രി ഇവിടെ ഉണ്ട്, ശ്രീ ജി സുധാകരൻ മന്ത്രി. അദ്ദേഹത്തിന്റെ ഭാഷയും അദ്ദേഹത്തിന്റെ വർത്തമാനവും നമ്മളെല്ലാം കേൾക്കുന്നതല്ലേ. CPM എന്തും പറയാം. ഇത്ര ധാർഷ്ട്യമുള്ളൊരു പാർട്ടി, അതെല്ലാം അനുഭവിച്ചു കൊടുക്കുന്ന മുഖ്യമന്ത്രി എം എം മണി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആക്ഷേപിച്ച് നടത്തിയ വർത്തമാനം, അത് ഏറ്റവും ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ശശീന്ദ്രൻ രാജിവെപ്പിച്ചത്? എന്തിനാണ് EP ജയരാജനെ രാജിവെപ്പിച്ചത്? അവർ രണ്ടുപേരും ചെയ്തതിൻ്റെ 100 ഇരട്ടി മഹാപാതകമാണ്, പാപമാണ്, സംസ്കാരശൂന്യമായ നടപടിയാണ് എം എം മണി ചെയ്ത്. ആ എം എം മണിയെ സംരക്ഷിക്കേണ്ടി വരുന്നത് CPM-ന് ഗതികേടാണ്. എം എം മണിയുടെ പ്രസംഗത്തിന്റെ ഫുൾ ടെക്സ്റ്റ് അടിമാലിയിലും ഇടുക്കിയിലും പ്രക്ഷേപണം ചെയ്ത് ഈ സമരത്തിന് എതിരായി നിൽക്കേണ്ടി വരുന്നത് DYFIയുടെ ഗതികേടാണ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സംഘടനകൾ എം എം മണി തെറ്റുകാരനാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് നേതൃത്വം. അങ്ങനെയെങ്കിൽ ഈ സമൂഹം അവർക്കൊപ്പം നിൽക്കും. CPM ഒറ്റപ്പെട്ടു പോവുകയാണ് ചെറുതായി. ഒരു വർഷമായി ഗവൺമെന്റിന്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നു. എല്ലാ തിന്മകളെയും പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയും, ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം തകർന്നിരിക്കുന്നു, ധാരണ തകർന്നിരിക്കുന്നു. താഴേക്ക് പോവുകയാണ്. മാന്യമായി പറയുന്ന ആളാണ് മുഖ്യമന്ത്രി. അതെ, മാന്യമായി പറയുന്ന ആളാണ് മുഖ്യമന്ത്രി. അങ്ങനെ അംഗീകരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പറഞ്ഞ കാര്യം, അതായത് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എം എം മണിയെ കൊണ്ട് പറയിക്കുകയാണെന്ന്. എത്ര മോശമാണത്. മുഖ്യമന്ത്രി ആക്ഷേപിക്കാനൊന്നും പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഈ കാലത്തെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി അദ്ദേഹം വിലയിരുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശകന്മാർ വിലയിരുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി കമ്മിറ്റികൾ വിലയിരുത്തുക. എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ അദ്ദേഹത്തിന്റെ പോക്ക് നേരായ രീതിയിലാണോ. ഇത് അദ്ദേഹത്തിന് തന്നെ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തന്നെ. അദ്ദേഹം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാവാണ്. ഒട്ടേറെ സമരങ്ങളിൽ പങ്കെടുത്ത് ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ആൾക്കാരെ വിരട്ടുന്നതും ഈ ഭരണത്തെ നിയന്ത്രിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ശൈലി അദ്ദേഹത്തിന് തന്നെ ഗുണകരമാണോ, അദ്ദേഹത്തെ നിലനിൽക്കാൻ സാധിക്കുന്നതാണോ എന്ന് അദ്ദേഹം തന്നെ വിലയിരുത്തട്ടെ. ഇന്ന് VD സതീശൻ കേരള നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അതൊരു ടെക്സ്റ്റായി എടുത്ത് പഠിച്ച് പരിശോധിച്ച് വിലയിരുത്തി മുൻപോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ നിലനിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും CPM പാർട്ടിക്കും ഈ മന്ത്രിയുടെ വിഴുപ്പ് താങ്ങാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് അദ്ദേഹത്തെ പരസ്യമായി ആക്ഷേപിക്കാനാണ്, അദ്ദേഹത്തെ ശാസിക്കാനാണ്. പരസ്യമായ ശാസന
നടത്തുന്നത് ആർക്കെതിരെയാണ്? ഏറ്റവും മോശമായ കാര്യം ചെയ്യുന്ന ആളിനെ. ആ ആളിനെ ഈ കേരളത്തിലെ ജനങ്ങൾ മന്ത്രിയായി താങ്ങണമെന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്? അതെന്ത് മര്യാദയാണ്? CPM പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും മോശമായ കാര്യമാണത്. ആ പാർട്ടി മോശക്കാരനാണെന്ന് കണ്ട് താക്കീത് ചെയ്യാൻ പോകുന്ന ആളിനെ കേരളത്തിലെ ജനങ്ങൾ താങ്ങാൻ തയ്യാറല്ല. ഈ മന്ത്രിയെ പുറത്താക്കി ഈ ഗവൺമെന്റ് അവരുടെ അഗ്നിശുദ്ധി വരുത്തണം. എങ്കിൽ മാത്രമേ പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ ഗവൺമെന്റ് നിലനിൽക്കാൻ കഴിയൂ. ഇങ്ങനെയാണോ കാര്യങ്ങൾ? അതായത് നാലായി മടക്കി രാജിക്കത്ത് അഴിമതിയുടെ പേരിൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്ന പാരമ്പര്യമുണ്ട്. അവർ പോലും ഇത്തരത്തിൽ പറയുന്ന സാഹചര്യം നിങ്ങളുടെ മന്ത്രിമാരുണ്ടാക്കിയെങ്കിൽ അതിനെ എന്തുകൊണ്ട് നിങ്ങൾ വിമർശിച്ചുകൂടാ? അതിനേക്കാൾ 2-3 കാര്യം ഞാൻ പറയാം. ഒന്ന്, UDFന്റെ 5 വർഷത്തെ ഭരണം, ബാറുകാരിൽ നിന്ന് കൈക്കൂലിയും വാങ്ങി അരാജകത്വവും കാണിച്ച് ഒരു സ്ത്രീ ഇങ്ങനെ നാടുനിങ്ങളെ പരാതിയും പറഞ്ഞു. നിങ്ങൾ പ്രതിയാക്കിയില്ലല്ലോ. അതെ, 2 MLA-മാർക്കിട്ടല്ലോ. 2 MLA-മാർക്കെതിരെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചില്ല. നിങ്ങളെ 2 MLA-മാർക്കെതിരെ FIR ഇട്ടിട്ട് കേസെടുത്തു ഇല്ലേ? ഇവിടെ കൊണ്ടുവന്നൊരു വനിത കേസ് കൊടുത്തില്ലേ? മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ട്. ഇവരെ MLA അല്ലേ? എത്ര മന്ത്രിമാർക്കെതിരെ ആക്ഷേപം വന്നത്? പരസ്യമായി പത്രസമ്മേളനം നടത്തിയ ഒരു സ്ത്രീ പറഞ്ഞില്ലേ? കേൾക്കട്ടെ, പത്രസമ്മേളനം നടത്തിയ ഒരു സ്ത്രീ പറഞ്ഞില്ലേ ആരെങ്കിലും അതെ അത് എന്നെ അതെ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അവര് ഉമ്മൻചാണ്ടിക്കെതിരെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിക്കെതിരെ, ആര്യാടൻ മുഹമ്മദിനെതിരെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ എത്ര മന്ത്രിമാർക്കെതിരെ സ്ത്രീ വിഷയം വെച്ചിട്ട് ആക്ഷേപം? ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് അതിൽ കൊള്ളുന്ന എന്തിനാണ്? ഇത് കേരളീയ സമൂഹം നിങ്ങൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എത്ര ജനങ്ങൾക്കറിയാം? 2 ബാറുകാരിൽ നിന്ന് കൈക്കൂലിയും വാങ്ങി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടും സ്വീകരിച്ച് ആകെ അഴിമതി ആയിട്ടുള്ളൊരു ഭരണത്തിനെതിരെ ജനങ്ങൾ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിലേറാൻ വേണ്ടി കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കഴിഞ്ഞ 10 മാസമായി ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ടൊട്ടേറെ. ഇപ്പം തന്നെ ഈ മൂന്നാർ പ്രശ്നമായിരുന്നു, പട്ടയം കൊടുക്കാൻ പോകുന്നു, അതിനെതിരെയുള്ള അസഹിഷ്ണുത വിവിധ രൂപത്തിൽ ഇല്ലാ കഥകളാണ് മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ട് ഇപ്പം തന്നെ പറയുന്നത് പച്ച കള്ളമല്ലേ? എവിടെയാ MM മണി ഖേദം പ്രകടിപ്പിച്ചത്? ആർക്കെങ്കിലും വൈഷമ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അതിനെന്താ തെറ്റായി വളച്ചൊടിക്കുന്നു? 2, മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ബന്ധം അവിടെയുണ്ട്. അവർ തെറ്റായ ചില സമീപനം സ്വീകരിക്കുന്നു. എടുത്തെടുത്ത് പറയല്ലേ? അതെന്താ അവർ പറയാത്തത്? ഏക്കർ കണക്കിന് ഭൂമി കുറെ ആൾക്കാർ കൈവശം വെച്ചിരിക്കുകയാണ്. അതെന്താ അവർ പറയാത്തത്? പത്രക്കാരെ പേര് പറയുന്നു. അതെന്താ അവർ പറയാത്തത്? ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ആ പ്രസംഗത്തിൽ വന്നത്. അവിടെ ഒരു ഭാഗത്ത് പോലും ഒരിക്കൽ കൂടി മൂന്നാമത്തെ ദിവസവും ശ്രീ പി ബിജു, ആ മൂന്നാമത്തെ ദിവസവും ആം ആദ്മി നേതാവ് കൂടി കാണാൻ 3-ാമത്തെ ദിവസവും ആ പ്രസംഗം ആവർത്തിക്കേണ്ടി വരുന്നു എന്നതിന് എനിക്ക് ക്ഷമ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി ആ MM മണി പ്രസംഗിച്ചതിന്റെ പേരിൽ അവിടെ ലോക്കൽ ചാനൽ പറഞ്ഞത് പീപ്പിൾ TV അതിന്റെ അക്ഷരങ്ങൾ സഹിതം നൽകി. പക്ഷേ മൂന്നാമത്തെ ദിവസവും അവിടുത്തെ ലോക്കൽ ചാനൽ MM മണിയുടെ പ്രസംഗത്തെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. അതൊന്ന് കാണാം. ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയാണ് നിർദ്ദേശിച്ചത്. ഇവിടെ ജില്ലയിലുള്ള മന്ത്രിയാണ് അങ്ങനെ കൂടെ ചർച്ചയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം ഒഴിപ്പിയിലെല്ലാം കൂടെ എന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം കൂടെ ഞാൻ ചെയ്തോളാം എന്നൊന്നും തീരുമാനിച്ചില്ല. മികച്ച മര്യാദയ്ക്ക് ഉള്ള തീരുമാനം. അനുസരിച്ചില്ല, ഇനി വല്ലതും നടക്കുമോ? ഇവന്മാർ ഈ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവരുടെ കൂടെയുള്ള കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ്കുമാർ വന്നിട്ട് കള്ളൂടി കേസ് കണക്കിലായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ വരുമ്പോൾ നടന്നു അന്ന് കുടിയും സകല വ്യക്തികളും നിർന്നിട്ടുണ്ടോ അവിടെ? മനസ്സിലായില്ലേ? ആ കണക്കിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയുണ്ട്. ഒരു DVSP ഉണ്ടായിരുന്നു എന്നാ സരിയോ? എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞോട്ടെ. ചാനലുകാരും കൂടെ കൂടെ പൊതുയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. പിന്നെ പിന്നെ പുള്ളിക്ക് വിമർശിക്കാൻ പറ്റും. പിന്നെ പലരും കേൾക്കുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ശ്രീ ആം ആദ്മി നേതാവ് ഷൈജു മഠത്തിൽ, അതായത് ഇവിടെ എവിടെയും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആരോപണത്തിന്റെ ശൈലി മെച്ചപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ അവിടെ സ്ത്രീ വിരുദ്ധമായ പരാമർശം, പൊമ്പിള ഒരുമൈ സമരക്കാരുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും സ്ത്രീ വിരുദ്ധ പരാമർശം ഉണ്ടായിട്ടില്ല.
സുരേഷ് കുമാറിന്റെ ഒന്നാം മൂന്നാർ ദൗത്യകാലം, 2 പൊമ്പിളെ ഒരുമയുടെ സമരകാലം, ആ കാലത്തെ അടയാളപ്പെടുത്താനാണ് ഉപയോഗിച്ചത്. ജനറലൈസ് ചെയ്ത് അരാഷ്ട്രീയത പ്രചരിപ്പിക്കുന്നു എന്നതാണ് ആം ആദ്മിക്കെതിരായ ആരോപണം. അതൊരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ് CR നീലകണ്ഠന്റെ സമരം ഉൾപ്പെടുന്നതോടെ. ശ്രീ ഷൈജു മഠത്തിൽ, ഈ അരാഷ്ട്രീയതയും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാഷ്ട്രീയമുള്ളയാളാണ്, ഞാൻ എല്ലാവരും അഴിമതിക്ക് കൂട്ടാണ്, എല്ലാവരും കയ്യേറ്റത്തിന് കൂട്ടാണ്, അവിടെ നടക്കുന്നത് അതാണ് എന്ന നിങ്ങളുടെ പ്രചരണം ഇന്നലെ കൂടി CR നീലകണ്ഠൻ പറഞ്ഞത് ഇപ്പോൾ ഷൈജു മഠത്തിൽ ആവർത്തിച്ചത്. അതിനെയാണ് ഞാൻ അരാഷ്ട്രീയതയായി ഉൾപ്പെടുത്തിയത്. പറയൂ. അല്ല, അതൊരു വസ്തുതയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിനകത്ത് മണിയുടെ ശൈലിയല്ല പ്രശ്നം. ഞാനത് ആദ്യമേ പറഞ്ഞു. മണിയുടെ ശൈലിയല്ല പ്രശ്നം, അദ്ദേഹം പറഞ്ഞ അതിൻ്റെ കണ്ടന്റ് തന്നെയാണ് പ്രശ്നം. താങ്കൾ ഇതിനകത്ത് ഈ പറഞ്ഞ പാർട്ട്, അതായത് പെമ്പിള ഒരുമയുടെ കാര്യം പറഞ്ഞത് ആ കാലം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് നമുക്ക് ആ പാർട്ട് എടുത്തല്ലോ. ഒന്നാമത് MM മണിയുടെ ഒരു പ്രസംഗം നമ്മൾ അത് അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബുദ്ധിമുട്ട്, അദ്ദേഹത്തിൻ്റെ അത് മുഴുവനായിട്ട് വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. അതിനിടയ്ക്ക് അദ്ദേഹം ചില ഇടവേളകളുണ്ട്, ഗ്യാപ്പ് ഉണ്ട്, സൈലൻസ് ഉണ്ട്, അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, പിന്നെ കുറച്ച് മൂളലും അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ആ മെസ്സേജ് വരുന്നത്. അപ്പോൾ അത് ചില സാഹചര്യത്തിലും അത് ആർക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞാനിപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. താങ്കൾ പറഞ്ഞ വാദം ഞാൻ അംഗീകരിക്കുന്നു. ആ വാദം സമ്മതിച്ചുകൊണ്ട്, അതൊരു ആർഗ്യുമെന്റിന് സമ്മതിച്ചുകൊണ്ട് ഞാൻ പറയാം. പക്ഷേ അത് ആ പ്രസംഗം അധിക്ഷേപകരമാണോ? ഞാൻ പറയുന്നത് ആം ആദ്മി സമരം ചെയ്യുന്നത് കേരളത്തിലെ സിവിൽ സർവൻസിന്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, അന്തസ്സുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം വേണം. എം എം മണിയെ പോലുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന്, മന്ത്രിമാരിൽ നിന്ന് അസഭ്യം കേൾക്കാതെ, അവരിൽ നിന്ന് അധിക്ഷേപം സഹിക്കാതെ പ്രവർത്തിക്കാൻ കേരളത്തിലെ സിവിൽ സർവൻസിന് സാധിക്കണം, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കണം, കേരളത്തിലെ തൊഴിലാളി സംഘടനകൾക്കും സ്ത്രീകൾക്കും സാധിക്കണം. താങ്കൾക്ക് കൂടി ഉള്ളതാണ്. അതായത് ഉദ്യോഗസ്ഥർക്കെതിരായ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സ്ത്രീ വിരുദ്ധ പരാമർശം പോയി, സ്ത്രീകളെ ആക്ഷേപിച്ചു, ഉദ്യോഗസ്ഥന്മാരെ വെല്ലുവിളിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ അവരുടെ അവസരം ഉണ്ടാകണമെന്നതിലേക്ക് ആം ആദ്മി പോലും എത്തി. സ്ത്രീ വിരുദ്ധത എന്ന കാര്യങ്ങൾ ആം ആദ്മി പോലും ഇവിടെ ഉപേക്ഷിക്കുന്നു എന്നതാണ് ഷൈജു മഠത്തിന്റെ വാക്കുകൾ മനസ്സിലാക്കേണ്ടത്. അവർ മറ്റൊരു വിശാലമായ പരിപ്രേക്ഷ്യത്തിലേക്ക് പോയി, ഇത് വിട്ടു, ഇത് തോടായി. തീർച്ചയായും ശ്രീ ഷൈജു മഠത്തിൽ, അതായത് ഇത്തരത്തിലൊരു കൾമിനേഷൻ ആവശ്യമായി വരും. അതാണ് ഇന്ന് AK മണിയിലും കോൺഗ്രസ് നേതാവിലും കണ്ടത്. ഉദാഹരണത്തിന് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ്റേത്. താങ്കൾ അടക്കമുള്ളവരുടെ, CR നീലകണ്ഠൻ അടക്കമുള്ള പ്രകൃതിപക്ഷ ചിന്തകളുടെ ഊർജവും സമരവുമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഹരീഷ് വാസുദേവ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇട്ടത് ഞാനൊന്ന് വായിക്കാം. താങ്കൾ കൾമിനേറ്റ് ചെയ്ത്, താങ്കൾ പരിണമിച്ചെത്തിയത് അതിലേക്ക് തന്നെയാണ് എന്ന് പറയാം. അതിനുവേണ്ടിയാണ് 19 മിനിറ്റുള്ള MM മണിയുടെ പ്രസംഗത്തിൽ നിന്ന് 1 മിനിറ്റ് മാത്രം അടർത്തിയെടുത്ത് സംപ്രേഷണം ചെയ്ത മാനിപ്പുലേറ്റീവ് റിപ്പോർട്ടിംഗ് വഴി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ദൃശ്യമാധ്യമങ്ങൾ ചെയ്തത് അധാർമികവും തെറ്റുമാണ്. പൗരന്റെ അറിയാനുള്ള അവകാശമാണ് മാധ്യമങ്ങളുടെ അധികാരം. ആ അധികാരം ദുർവിനിയോഗം ചെയ്യാതിരിക്കുകയാണ് ഒരു കൂട്ടം ചാനലുകൾ. ഇത്തരം പ്രവർത്തികൾ മാധ്യമങ്ങൾ വിശ്വാസ്യത ഇനിയും കുറയ്ക്കുന്നതിനും അതുവഴി ആ ജനാധിപത്യ സ്ഥാപനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതിനും ഉപയോഗിക്കും. ആദ്യ വരികളാണ്. ശ്രീ ഷൈജു, അവസാനമായി ഈ ചർച്ചയിൽ താങ്കൾക്ക് ഇത് കേട്ടതിന് ശേഷം. ശ്രീ ഹരീഷ് വാസുദേവൻ എൻ്റെയും കൂടെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടതാണ്. ഈ പാർട്ട്, അതായത് ആദ്യം മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തത് ഇതിൻ്റെ മുൻപും പിൻപും കട്ട് ചെയ്തിട്ടാണ്, എഡിറ്റ് ചെയ്തിട്ട് ആ പെമ്പിളയൊരുമയെ പറ്റി പറയുന്ന അതിനുശേഷം പറഞ്ഞ 2 വാചകം മാത്രം. അത് കേട്ടാൽ ആർക്കും തോന്നും പെമ്പിളയൊരുമയിലെ ആളുകൾ ആണ് ഈ ഇദ്ദേഹം പറഞ്ഞ ഈ വഷളൻ ആക്ടിവിറ്റി ചെയ്തത് എന്നാണ് കേട്ടാൽ തോന്നുന്നത്. പക്ഷേ അത് കഴിഞ്ഞാണ്, എൻ്റെ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ അവൈലബിൾ ആയത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു 17 മിനിറ്റുള്ള മുഴുവൻ വീഡിയോ ഞാൻ കണ്ടതാണ്. ഇവിടെ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ MM മണി പെമ്പിളയൊരുമയ്ക്ക് എതിരായി ഒരു ആക്ഷേപം പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതെൻ്റെ ജോലിയല്ല. കാരണം MM മണി എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് മറ്റൊന്നാക്കി മാറ്റൽ, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒന്നാക്കി മാറ്റിയിട്ട് അതിൻ്റെ പുറത്തുപോയി സമരം ചെയ്യൽ ഞങ്ങളുടെ പണിയല്ല. പക്ഷേ MM മണി പ്രസംഗിച്ചത് അധിക്ഷേപകരമായാണ്. അദ്ദേഹത്തിന്റെ ശൈലിയല്ല. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. അതായത് ആം ആദ്മിയുടെ സംസ്ഥാന തലത്തിലുള്ള
വൈദഗ്ധ്യമുള്ള ഒരു നേതാവ് പോലും കൃത്യമായ ആ കാര്യങ്ങളിലേക്ക് എത്തി. അത് തന്നെയാണ് ഇന്ന് AK മണിയും പറഞ്ഞത്. DYSP ഇതുമായി ബന്ധപ്പെട്ട് മണിയുടെ കാര്യങ്ങൾ പ്രസംഗത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതിൻ്റെ നിയമപരമായി പരിശോധിക്കുന്നുണ്ട്. ഇതിലൊന്നും തൃപ്തി വരാതെയുള്ള സമരമാണ് രാഷ്ട്രീയ ലാഭം. ആ ആരോപണത്തിന് മറുപടി ഷൈജു പറഞ്ഞതും ഇപ്പൊ ഹരീഷ് വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ മാനമുള്ള സ്ത്രീകളുടെ മാഗ്നാ കാർട്ടയൊന്നുമല്ല. ഹരീഷ് വാസുദേവൻ എന്തും പറഞ്ഞോട്ടെ, അതൊന്നും ഞാൻ അദ്ദേഹത്തെ പിന്നെ കുറ്റപ്പെടുത്താനോ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഞാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിനെ ഇങ്ങനെ വക്രീകരിച്ച് കാണിക്കുന്ന കാര്യം ഒന്നുമില്ല. മാധ്യമങ്ങളിലാണ് പറഞ്ഞ സ്ത്രീകളെ ഒന്നും പറഞ്ഞില്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് നടന്ന CPM സംസ്ഥാന കമ്മിറ്റിക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഈ കുറ്റം ഇതാ ഏറ്റെടുത്ത് ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ MM മണിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇത് കേട്ട MM മണിയുടെ സ്വഭാവം അറിയുന്ന, പ്രസംഗശൈലി അറിയുന്ന എല്ലാവർക്കും ഇത് ബോധ്യപ്പെട്ടിട്ടില്ല. എന്റെ സംശയം ഇതാണ്. ഇന്നലെ നിയമസഭയിൽ ഇത് ഉന്നയിച്ചു, ഇന്ന് VD സതീശൻ ഉന്നയിച്ചു, ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ചു. അവർക്ക് പ്രസംഗത്തിന്റെ ഇത്രാം മിനിറ്റിൽ ദാണ്ടെ പെണ്ണുങ്ങൾ എന്ന നിലയിൽ പെമ്പുളയൊരുമയെ സ്ത്രീപരമായി അധിക്ഷേപിക്കുന്നത് ഇവിടെയാണ്, ഇതാണ് മണിയാശാൻ പറഞ്ഞത് എന്ന് അണ്ടർലൈൻ ചെയ്ത് കാണിക്കാനാകുന്നില്ല. അതാണ് വസ്തുതകളുടെ പ്രശ്നം. അങ്ങനെയല്ലേ കേരളത്തിലെ ഈ ലോകത്തെ എല്ലാ MM മണി പറഞ്ഞ ആക്ഷേപകരമായ ഈ വർത്തമാനം കേരളത്തിലെ സ്ത്രീ എന്റെ അജിം ഷാ, കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ ഇത് വേദനിപ്പിച്ചൊരു വർത്തമാനമാണ് ഈ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിനെ താങ്ങാനും അതിനെ പിന്താങ്ങാനും പോകുന്നവർ കൂടി വഷളായി പോകും. അതിന് അദ്ദേഹത്തെ താങ്ങിയാൽ ഈ സർക്കാരിന്റെ ദുഷ്പേരുണ്ടാവും. സാധാരണ കണ്ടന്റോടുകൂടി കാര്യങ്ങൾ വിമർശിക്കുന്ന പഴകുളം മധുവിനെ പോലും സൂപ്പർഫിഷ്യലായി കാര്യത്തിൽ സമീപിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ CPM പാർട്ടിക്കും മന്ത്രിമാർക്കും ഈ പാർട്ടി സ്ഥാനമുള്ളവർക്കും മന്ത്രിമാർക്കും എല്ലാവർക്കും അവർക്ക് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് പ്രത്യേകം മാറും. അവർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞു വന്ന് അവസാനം MM മണി കുഴിയിൽ ചാടി. അത് താങ്ങാൻ കേരളത്തിന് ബാധ്യതയില്ല. സർക്കാരിന്റെ ഖജനാവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാത്ര നേതാക്കന്മാർക്ക് ജനങ്ങളെ സ്ത്രീകളെ ആക്ഷേപിക്കാൻ പാടില്ല. ചിരിക്കാൻ അറിയാത്തവരാണെന്നുള്ള പ്രചരണമുണ്ട്. അതിലേക്കൊക്കെ കൂട്ടിവെക്കുന്നതാണ് MM മണിയുടെ ഈ യശസ് കെടുത്തി എന്ന രീതിയിലുള്ള പരസ്യ ശാസന കൂടി വരുന്നു എന്ന വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ ഈ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളെ രാഷ്ട്രീയമായി നിങ്ങൾ പ്രതിരോധിക്കുക? അത് പറയൂ. നിങ്ങൾക്ക് ചിരിക്കാൻ അറിയാത്ത അഹങ്കാരമുണ്ടോ? ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടല്ലേ, മാൻഡേറ്റ് കിട്ടിയത് അതുകൊണ്ടല്ലേ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞെന്താ, ഇപ്പൊ G സുധാകരൻ കഴിഞ്ഞ അതായത് 7 വർഷത്തിന് മുമ്പ് നടന്ന അതിനുശേഷം 2 ഇലക്ഷന് പുള്ളി ജയിച്ചു, ഇപ്പൊ വീണ്ടും മന്ത്രിയായി. അപ്പൊ 7 അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയല്ല. രണ്ടാമത്തെ പ്രശ്നം, സഖാവ് MM മണി ഒരു തൊഴിലാളി വർഗ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവിടെ സംസാരിച്ച എന്താ ആം ആദ്മി പ്രവർത്തകൻ്റെ നേതാവിൻ്റെ ഭാഷ എന്താ, അവർക്ക് ബോഡി ലാംഗ്വേജ് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അവരുടെ സംസാര രീതി ഇഷ്ടപ്പെടില്ല. അതാണ് പ്രശ്നം. അവരുടെയൊക്കെ ഒരു സംസ്കാരമുണ്ട്. ചിലപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ മറ്റ് യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടന എന്നൊക്കെ കടന്നു വന്ന് അതൊക്കെ ആ ഒരു ഇതൊന്നും കാണത്തില്ലായിരിക്കും. അവരൊരു തൊഴിലാളി വർഗത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു സാധാരണക്കാരനായിട്ട് ഒരു മനുഷ്യനല്ലേ. അതിൻ്റേതായിട്ടുള്ള, അതാണ് പറഞ്ഞത്, ശരീരഭാഷ കൊള്ളൂല, ആംഗ്യങ്ങൾ കൊള്ളൂല. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഓരോ മനുഷ്യരും എല്ലാവർക്കും പോളിഷ്ഡ് ആവണം. ആ രൂപത്തിലേക്ക് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ വെച്ചാൽ ചോദിക്കും, നിങ്ങൾക്കത് ആയിരക്കണക്കിന് സ്ത്രീകൾ സമരത്തിനിറങ്ങിയ ഒരു പ്രദേശമല്ലേ മൂന്നാർ. അവിടെ ഒരു 3 പേരിൽ കൂടുതൽ അവിടെയുള്ള ആ സ്ത്രീകളെങ്കിലും അവരുടെ പേരിൽ പറഞ്ഞതാണല്ലോ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെങ്കിലും അത് ബോധ്യപ്പെടണ്ടേ? 3 ദിവസമായിട്ട് ഇങ്ങനെ ചാനൽ വരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നിപ്പോ ഉമ്മൻചാണ്ടിയും പോയില്ലേ. തീർച്ചയായും സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്, ക്ഷമിക്കുക. സത്യം ചെരുപ്പിടും മുമ്പ് കള്ളം ലോകം മുഴുവൻ ചുറ്റിയിട്ട് വരും. ഇത് പറഞ്ഞത് ചർച്ചിലാണ്. തീർച്ചയായും അത്തരം കള്ളങ്ങൾക്ക് പിറകെ നാം പോയാൽ ചെരുപ്പിടാൻ കാലുപോലും നമുക്കില്ലാതാകും എന്ന് ഞാൻ ആഡ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് നേതാക്കന്മാർ പോലും MM മണിയുടെ പ്രസംഗത്തിനെതിരെ രംഗത്തെത്തുമ്പോൾ AK മണി എന്ന മൂന്നാറിലെ വലിയ നേതാവ് കോൺഗ്രസ് നിലപാടുകൾക്കെതിരെ നിൽക്കുന്നു എന്നത് വൈരുദ്ധ്യമാണ്. ആം ആദ്മിക്കും സമരക്കാർക്കുമൊക്കെ ആ വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങളാണ് അവരുടെ അന്തസംഘർഷങ്ങളായി കൂട്ടിയിടിക്കുന്നത്. തീർച്ചയായും ഫുൾ സ്റ്റോപ്പ് ഇടാതെ ചർച്ച ജനങ്ങൾക്ക് മുമ്പിലേക്ക്, ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ